മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21. അവർ യെരൂശലേമിന് സമീപം ഒലിവ് മലയ്ക്കടുത്തുള്ള ബേത്ത്ഫാഗയിലെത്തി. യേശു 2 ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞയച്ചു: നിങ്ങൾക്ക് മുമ്പിലുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു പെൺകഴുതയെയും അതിനടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണാം. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇവയെ ആവശ്യമുണ്ട് എന്നയാളോട് പറയുവിൻ. അപ്പോൾ തന്നെ അയാൾ അവയെ അയക്കും. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനീതനായി കഴുതമേലും കഴുതക്കുട്ടിമേലും കയറി നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നിങ്ങനെ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് നിറവേറുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ ചെന്ന് യേശു തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും അതിന്റെ കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ പുറം കുപ്പായങ്ങൾ അവയുടെ മേൽ വിരിച്ചു. യേശു കയറിയിരുന്നു. ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ചിലർ മരങ്ങളുടെ ചില്ലകൾ വെട്ടിക്കൊണ്ടുവന്ന് വഴിയിൽ നിരത്തുകയും ചെയ്തു. അവർക്ക് മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്ന ജനസമൂഹം, ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തു വിളിച്ചു. യേശു യെരൂശലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരമാകെ ഇളകി. ഇദ്ദേഹം ആര്? ആളുകൾ ചോദിച്ചു. അതിന് ജനക്കൂട്ടം, ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു ആകുന്നു ഇത് എന്ന് ഉത്തരം പറഞ്ഞു. യേശു ദൈവാലയത്തിൽ കടന്നു. അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സകലരെയും പുറത്താക്കി. നാണയമാറ്റം നടത്തിക്കൊണ്ടിരുന്നവരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളെയും അദ്ദേഹം മറിച്ചിട്ടു. അദ്ദേഹം അവരോട്, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കൊള്ളക്കാരുടെ ഗുഹ ആക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അന്ധരും മുടന്തരും ദൈവാലയത്തിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം അവരെ സൗഖ്യമാക്കി. എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോസന്ന എന്ന് ദൈവാലയത്തിൽ ആർത്തു വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ കോപാകുലരായി തീർന്നു. അവർ അദ്ദേഹത്തോട്, ഈ കുട്ടികൾ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചു. പൂവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നിന്ന് അവിടുന്ന് സ്തുതി ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ല എന്ന് യേശു ചോദിച്ചു. അനന്തരം അദ്ദേഹം അവരെ വിട്ട് നഗരത്തിന് പുറത്ത് ബെഥാനിയയിലേക്ക് പോയി. രാത്രി അവിടെ പാർത്തു. അതിരാവിലെ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ യേശുവിന് വിശന്നു. വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് അദ്ദേഹം അതിന്റെ അടുത്ത് ചെന്നു. എന്നാൽ അതിൽ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അപ്പോൾ അദ്ദേഹം അതിനോട്, ഇനിമേൽ ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ മരം വാടിപ്പോയി. ശിഷ്യന്മാർ ഇത് കണ്ട് വിസ്മയിച്ചു. അത്തിവൃക്ഷം ഇത്ര പെട്ടെന്ന് വാടിപ്പോയതെങ്ങനെ എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കുന്ന പക്ഷം ഈ അത്തിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. മാത്രമല്ല, ഈ മലയോട് പോയി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും. വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. യേശു ദൈവാലയത്തിൽ പ്രവേശിച്ച് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എന്ത് അധികാരം കൊണ്ട് താങ്കൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നു? ഈ അധികാരം താങ്കൾക്ക് ആര് തന്നു എന്ന് ചോദിച്ചു. യേശു അവരോട്, ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. അതിന്റെ ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്ത് അധികാരത്താൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്നുള്ളത്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിച്ചു. അതിനെപ്പറ്റി അവർ പരസ്പരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനങ്ങളെ ഭയപ്പെടുന്നു. എന്തെന്നാൽ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ടാണ് അവരെല്ലാം കരുതുന്നത്. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു മറുപടി നൽകി. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമന്റെ അടുക്കൽ ചെന്ന് അയാൾ, മകനെ, നീ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ മറുപടി നൽകി. എങ്കിലും പിന്നീട് മനസ്സ് മാറ്റുകയും പോവുകയും ചെയ്തു. അപ്പൻ മറ്റേ മകനോടും അതേ കാര്യം പറഞ്ഞു. ഉവ്വ്, ഞാൻ പോകാം എന്നവൻ മറുപടി പറഞ്ഞെങ്കിലും പോയില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? ഒന്നാമൻ. അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പേ
ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് നീതിയുടെ വഴി കാണിച്ചു തരാൻ യോഹന്നാൻ വന്നു, എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളുമാകട്ടെ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഇത് കണ്ടിട്ടും നിങ്ങൾ അനുതപിച്ച് അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. മറ്റൊരു ഉപമ കേൾപ്പിൻ. ഒരു ഭൂവുടമ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഗോപുരവും പണിതു. പിന്നീട് മുന്തിരിത്തോട്ടം ഏതാനും കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. വിളവെടുപ്പ് കാലം സമീപിച്ചപ്പോൾ അയാൾ ഫലം ശേഖരിക്കുവാൻ തന്റെ ഭൃത്യന്മാരെ ഈ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാർ വേലക്കാരെ പിടിച്ച് ഒരുത്തനെ അടിച്ചു, മറ്റൊരുത്തനെ കൊന്നു, വേറൊരുത്തനെ കല്ലെറിഞ്ഞു. പിന്നീട് അദ്ദേഹം ആദ്യത്തേതിലധികം ഭൃത്യന്മാരെ അവരുടെ അടുത്തേക്ക് അയച്ചു. കുടിയാന്മാർ അവരോടും അങ്ങനെ തന്നെ ചെയ്തു. ഏറ്റവും ഒടുവിലായി അയാൾ തന്റെ മകനെ അവരുടെ അടുക്കൽ അയച്ചു. എന്റെ മകനെ അവർ ആദരിക്കും എന്നയാൾ പറഞ്ഞു. എന്നാൽ കുടിയാന്മാർ മകനെ കണ്ടപ്പോൾ ഇവനാണ് അവകാശി, വരൂ നമുക്കിവനെ കൊന്ന് ഇവന്റെ അവകാശം കൈക്കലാക്കാം എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ അവനെ പിടിച്ച് തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അതുകൊണ്ട് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അദ്ദേഹം ഈ കുടിയാന്മാരോട് എന്തു ചെയ്യും? അദ്ദേഹം ആ ദുഷ്ടന്മാരെ നിഷ്ഠൂരമായി നശിപ്പിക്കും. പിന്നീട് പാട്ടം യഥാകാലം നൽകുന്ന മറ്റു കുടിയാന്മാരെ തോട്ടം ഏൽപ്പിക്കും. അവർ ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവ് ചെയ്തു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരവുമായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം നൽകുന്ന ഒരു ജനതയ്ക്ക് നൽകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഇതാരുടെ മേൽ വീഴുന്നുവോ അവൻ പൊടിയായിത്തീരും. മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും യേശുവിന്റെ ഈ ഉപമകൾ കേട്ടിട്ട് അവ തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി. അവർ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുവാൻ വഴി അന്വേഷിച്ചു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നതിനാൽ അവർ ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. വഴി അന്വേഷിച്ചു. എന്നാൽ ആളുകൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നതിനാൽ അവർ ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു.